ഇൻവെസ്റ്റേഴ്സ് സർക്കിളിൽ പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത ഏസ് ഇൻവെസ്റ്ററാണ് വിജയ് കേഡിയ. മൾട്ടി ബാഗർ സ്റ്റോക്കുകളെ പിക്ക് ചെയ്യുന്നതിനും മൾട്ടി ബാഗർ സ്റ്റോക്കുകളിൽ നിന്നും ഇവൻ ട്രിപ്പിൾ ഡിജിറ്റ് റിട്ടേൺ നേടുന്നതിലും കഴിവ് തെളിയിച്ച ഇദ്ദേഹം മാർക്കറ്റ് മാസ്റ്ററോ എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. ഇന്നത്തെ വീഡിയോയിൽ വിജയ് കേഡിയ സെപ്റ്റംബർ മാസത്തിൽ പൊസിഷൻ എടുത്ത 2 സ്റ്റോക്കുകളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് യഥാർത്ഥ ഹോസ്പിറ്റൽ ആൻഡ് ട്രോമ കെയർ സർവീസ് ലിമിറ്റഡ്. വിജയ് കേഡിയ സെപ്റ്റംബർ മാസത്തിൽ ഫ്രഷ് പൊസിഷൻ എടുത്ത സ്റ്റോക്കാണ്. 800 രൂപ സ്റ്റോക്കിന്റെ വില. 7000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 51.45. 52 വീക്കിലോ 345, 52 വീക്ക് ഹൈ 843. 2008 ഇൻകോർപ്പറേറ്റ് ആയ യഥാർത്ഥ ഹോസ്പിറ്റൽ ആൻഡ് ട്രോമ കെയർ സർവീസ് ലിമിറ്റഡ് നോയിഡ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൾട്ടി കെയർ ഹോസ്പിറ്റൽ കമ്പനിയാണ്. 7000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ കമ്പനി നോയിഡയിലെ 10 ലാർജസ്റ്റ് ഹോസ്പിറ്റലുകളിൽ 7ാം സ്ഥാനത്തുള്ള ഹോസ്പിറ്റലാണ്. സെപ്റ്റംബർ മാസത്തിൽ വിജയ് കേഡിയ ഈ കമ്പനിയുടെ 1% സ്റ്റേക്കുകൾ 78 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തിരുന്നു. കമ്പനിയുടെ സ്റ്റണ്ണിംഗ് പെർഫോമൻസ് തന്നെയായിരിക്കും വിജയ് കേഡിയയെ ഈ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ പ്രേരിപ്പിച്ചത്. 2020-25 കാലയളവിലെ കമ്പനിയുടെ പെർഫോമൻസ് നോക്കിയാൽ അത് നമ്മൾക്ക് മനസ്സിലാവുകയും ചെയ്യും. 2020 136 കോടി രൂപയുടെ സെയിൽസ് ആയിരുന്നു കമ്പനിയുടേത്. അത് 2025 ഫിനാൻഷ്യൽ ഇയർ ആയപ്പോൾ 860 കോടിയിലേക്ക് ഉയർത്താൻ സാധിച്ചു. സെയിൽസിൽ 5 വർഷം കൊണ്ട് 45% വളർച്ചയാണ് വന്നത്. എബിറ്റ 38 കോടിയിൽ നിന്നും 225 കോടിയിലേക്ക് ഉയരുകയും കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 2 കോടിയിൽ നിന്നും 131 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. ഈ ഒരു പെർഫോമൻസ് ആസ്പദമാക്കിയായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പെർഫോമൻസ് കണ്ടായിരിക്കാം വിജയ് കേഡിയ സ്റ്റോക്കിൽ പൊസിഷൻ എടുത്തത്. കൂടാതെ ഇൻഡസ്ട്രിയുടെ മറ്റ് സ്റ്റോക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ, അതായത് ഹോസ്പിറ്റൽ സെക്ടറിലെ മറ്റ് സ്റ്റോക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അട്രാക്റ്റീവ് വാല്യൂഷനിലും സ്റ്റോക്ക് ലഭിക്കുന്നു. ഈവൻ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയുടെ തന്നെ ആവറേജ് വാല്യൂഷൻ 59 ആണ്. സ്റ്റോക്കിന്റെ വാല്യൂഷൻ 55. യഥാർത്ഥ ഹോസ്പിറ്റൽ എന്ന കമ്പനിക്ക് അഗ്രസീവ് എക്സ്പാൻഷൻ കപ്പാസിറ്റിയും എക്സ്പാൻഷൻ പ്ലാനുകളുമുണ്ട്. ഈ എക്സ്പാൻഷൻ പ്ലാനുകളുടെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിൽ കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിനിൽ ഒരു ഡെന്റ് വരാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു മുന്നറിയിപ്പ് പല ബ്രോക്കേജ് ഏജൻസികളും നൽകുന്നുണ്ട്. ഇനി കമ്പനിയുടെ പെർഫോമൻസ് നോക്കിയാൽ ROE 10%, ROCE 14%-അടുത്തുമാണ്. ഹോസ്പിറ്റൽ സെക്ടറിലെ മറ്റ് കമ്പനികളുടെ വാല്യൂഷനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വാല്യൂഷൻ അട്രാക്റ്റീവ് ആണ്. അപ്പോളോ ഹോസ്പിറ്റലിന്റെ വാല്യൂഷൻ 71, മാക്സ് ഹെൽത്ത് കെയറിന്റെ 95, ഫോർട്ടിസിന്റെ 85, ആസ്റ്റർ DMന്റേത് 103. ഇനി കഴിഞ്ഞ കുറച്ച് ക്വാർട്ടറിലെ പെർഫോമൻസ് നോക്കിയാൽ പെർഫോമൻസ് മികച്ചതാണ്. നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 30 കോടിയിൽ നിന്നും 42 കോടിയിലേക്കും സെയിൽസ് 212 കോടിയിൽ നിന്നും 288 കോടിയിലേക്കും കമ്പനിക്ക് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. 3 വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 32%, പ്രോഫിറ്റ് ഗ്രോത്ത് 43%, ROE 16%-അടുത്തുമാണ്. 1500 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ കടബാധ്യതയുമില്ല. ഇതും മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. കൂടാതെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ കമ്പനിയിൽ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുന്നുമുണ്ട്. ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 4.3%-ൽ നിന്നും 6.5%-ലേക്ക് ഉയർന്നു. പ്രൊമോട്ടേഴ്സിന് 61%, DAസിന് 8%, പബ്ലിക്കിന് 23%-അടുത്ത് സ്റ്റേക്ക് ഹോൾഡിംഗുമാണുള്ളത്. വിജയ് കേഡിയയ്ക്ക് മുന്നേ മറ്റൊരു ഏസ് ഇൻവെസ്റ്ററും ഈ സ്റ്റോക്കിൽ പൊസിഷൻ എടുത്തിട്ടുണ്ട്. മുകുൾ അഗർവാൾ ഈ കമ്പനിയുടെ 11 ലക്ഷം ഷെയറുകളാണ് 2025 ജൂൺ മാസത്തിൽ വാങ്ങിയത്. മുകുൾ അഗർവാളും യഥാർത്ഥ ഹോസ്പിറ്റൽ ആൻഡ് ട്രോമ കെയർ സർവീസിന്റെ 1.14%-ഓളം സ്റ്റേക്കുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ അഗ്രസീവ് എക്സ്പാൻഷനിൽ വിശ്വസിക്കുന്ന കമ്പനിയിൽ 30% CAGR കൂടിയുള്ള റവന്യൂ ഗ്രോത്ത് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. 2028 ഫിനാൻഷ്യൽ ഇയറോടുകൂടി ബെഡ് കപ്പാസിറ്റി 3000-ലേക്ക് ഉയർത്താൻ കമ്പനി ശ്രദ്ധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോസ്പിറ്റൽ സെക്ടറിലെ ഒരു കമ്പനി കൂടിയാണ്. അഗ്രസീവ് എക്സ്പാൻഷന്റെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഉയരാനും ഇത് കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിനിൽ ഒരു ഡെന്റ് വരുത്താനും സാധ്യതയുണ്ട്. ഓൾ ടൈം ഹൈക്ക് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. വിജയ് കേഡിയ സെപ്റ്റംബർ മാസത്തിൽ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയ മറ്റൊരു സ്റ്റോക്ക് ഗ്ലോബൽ വെക്ട്ര ഹെലികോർപ്പ് ലിമിറ്റഡ് ആണ്. ഇതൊരു ലോസ് മേക്കിംഗ് കമ്പനിയാണ്. 227 രൂപയാണ് സ്റ്റോക്കിന്റെ വില. ഗ്ലോബൽ വെക്ട്ര ഹെലികോർപ്പ് എന്ന കമ്പനി പ്രൈവറ്റ് ഹെലികോപ്റ്റർ ഓപ്പറേറ്റിംഗ് ഫ്ലീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കമ്പനിയാണ്. ഈ കമ്പനി VIP ഫ്ലൈയിങ്, ഇലക്ഷൻ ഫ്ലൈയിങ്, ടൂറിസം, കോർപ്പറേറ്റ് ചാർട്ടർ, ജിയോ ടെക്നിക്കൽ സർവേ എന്നിവയ്ക്ക് ആവശ്യമായി സ്മാൾ ലൈറ്റ് ഹെലികോപ്റ്ററും മീഡിയം സൈസ്ഡ് ട്വിൻ എഞ്ചിൻ ഹെലികോപ്റ്ററുകളും പ്രൊവൈഡ് ചെയ്യുന്നു. ഈ കമ്പനിയിൽ മുംബൈ വിജയ് കേഡിയയ്ക്ക് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. സെപ്റ്റംബർ മാസത്തിൽ അദ്ദേഹം ഈ കമ്പനിയിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുകയാണ് ചെയ്തത്. നിലവിലെ സ്റ്റേക്ക് ഹോൾഡിംഗ് 4.9%-അടുത്താണ്.
ഗ്ലോബൽ വെക്ട്ര ഹെലികോർപ്പ് എന്ന കമ്പനിയുടെ ഫണ്ടമെന്റൽസ് നോക്കിയാൽ അത്ര മികച്ചതല്ല. കമ്പനി ഇതുവരെയും പ്രോഫിറ്റ് എത്തിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീട് ലോസിലേക്ക് നീങ്ങും. അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയല്ല. കൂടാതെ കമ്പനിയുടെ എക്സ്പെൻസിലും മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 7% ഓപ്പറേറ്റിംഗ് മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 17%, പ്രോഫിറ്റ് ഗ്രോത്ത് 25%, ROE -31%. പ്രൊമോട്ടേഴ്സിന് 75% സ്റ്റേക്ക് ഹോൾഡിംഗും പബ്ലിക്കിന് 25% സ്റ്റേക്ക് ഹോൾഡിംഗുമാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററും ഈ കമ്പനിയിൽ പൊസിഷൻ എടുത്തിട്ടില്ല എന്നുള്ളത് മറ്റൊരു ഡീമെറിറ്റാണ്. മൂന്നാമത്തെ ഡീമെറിറ്റ്, ഈ കമ്പനിക്ക് മുകളിൽ ഉയർന്ന കടബാധ്യതയുണ്ട്. 7 കോടി രൂപയുടെ മാത്രം റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 461 കോടി രൂപയുടെ കടബാധ്യതയാണുള്ളത്. ഇനി ഗ്ലോബൽ വെക്ട്ര എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ച ഒരു മെരിറ്റ്, ഈ കമ്പനിയുടെ ടെക്നിക്കൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 200 എന്ന റേഞ്ചിൽ ബ്രേക്കൗട്ട് നൽകിയതിന് ശേഷം സ്റ്റോക്ക് 350 വരെ എത്തിയിരുന്നു. അതിനുശേഷം അവിടെ നിന്നും സ്റ്റോക്ക് 200 എന്ന ലെവലിനെ റീടെസ്റ്റ് ചെയ്യുകയാണ്. കഴിഞ്ഞ 6 മാസമായി സ്റ്റോക്ക് 200 എന്ന ലെവലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നും ഹയർ സൈഡിലേക്ക് നീങ്ങുകയാണെങ്കിൽ 250, 300 പോലുള്ള ടാർഗറ്റ് എയിം ചെയ്യാം. 200 രൂപയ്ക്കടുത്തുള്ള സ്റ്റോപ്പ് ലോസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്